കേരളത്തിൽ ആരു ഭരിക്കും? കേരളം കാത്തിരിക്കുന്ന ജനവിധിക്ക് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. 8 മണിക്ക് കൃത്യം വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുന്നത്. 8:10 തന്നെ ആദ്യ ഫല സൂചനകൾ അറിയാൻ കഴിയും. മുഴുവൻ വിവരങ്ങളും സ്ക്രീനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ട്രോങ് റൂമിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകൾ വരണാധികാരിയുടെ മേശപ്പുറത്ത് എത്തിക്കഴിഞ്ഞു. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. അല്പസമയത്തിനകം തന്നെ ആദ്യ ഫല സൂചനകൾ വരും. കേരളത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ ഫല സൂചനകൾക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. ഇനിയുള്ള നിമിഷങ്ങൾ ഉദ്വേഗത്തിൻ്റെതാണ്, ആകാംക്ഷയുടേതാണ്. കേരളത്തിൽ ആരാണ് ഇത്തവണ കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാകുന്ന അതിനിർണായകമായ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ സൂചനകൾ വരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. ഇനി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യ ഫല സൂചനകൾ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പുറത്തു വന്നു തുടങ്ങും. പോസ്റ്റൽ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണി തുടങ്ങിയിട്ടുള്ളത്. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. 3 മുന്നണികളെയും ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 8 മണിയായിട്ടുണ്ട് ഇപ്പോൾ. ഇതിനകം തന്നെ സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് ആരംഭിച്ചിരിക്കുന്നത്. 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മുക്കാലിടത്തും 8 മണിക്ക് തന്നെ ഇപ്പോൾ തന്നെയും തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 8:15 പോസ്റ്റൽ വോട്ടുകളുടെ സൂചനകൾ അറിയാം. 8:30 ആദ്യ ഫലസൂചനകൾ പൂർണ്ണമായ തോതിൽ നമുക്ക് ലഭ്യമായിട്ട് തുടങ്ങും. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതാത് സമയത്ത് ഞങ്ങളുടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. എല്ലാ ജില്ലകളിലെയും നിയമസഭാ മണ്ഡലങ്ങളുടെ നിലയാണ് ആ ടേബിളിൽ ഉള്ളത്. അതിനകത്ത് ഇന്ന മുന്നണി ഇത്ര വോട്ടുകൾക്ക് മുന്നിൽ എന്ന വിവരങ്ങൾ അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. വിവിധയിടങ്ങളിലുള്ള ദൃശ്യങ്ങൾ കൂടെയുണ്ട്. മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് തുടങ്ങിയ പ്രധാനപ്പെട്ട വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ക്രീനിൻ്റെ ടോപ്പ് ബാൻഡിൽ മുകളിൽ കേരളത്തിൽ 140 മണ്ഡലങ്ങൾ, അതിൽ LDF എത്രയിടത്ത്, UDF എത്രയിടത്ത്, NDA എത്രയിടത്ത്, അതേഴ്സ് എത്രയിടത്ത് എന്ന വിവരങ്ങൾ അതാത് സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. താഴെ കാണുന്നത് ഇന്ന് തന്നെ വോട്ടെണ്ണൽ നടക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ വിവരങ്ങളാണ്. ഈ ഇടതുവശത്തുള്ള ടേബിളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലാണ് നിയമസഭാ മണ്ഡലങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുക. കോഴിക്കോട് ജില്ലയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിൽ ഇന്ന് വടകര തൊട്ട് അങ്ങോട്ടുള്ള മണ്ഡലങ്ങളിൽ ഏതൊക്കെ മുന്നണികൾ എത്ര വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുക. എല്ലാത്തരം സംവിധാനങ്ങളും ഉപയോഗിച്ചാണ്, അതായത് അതാത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ആ പ്രതിനിധികൾ അതാത് സമയത്ത് നൽകുന്ന വിവരങ്ങളുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഒപ്പം സോഴ്സുകളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ കൂടെയുണ്ട്. ഏറ്റവും സമഗ്രവും കൃത്യവുമായിരിക്കും സ്ക്രീനിൽ തെളിയുന്ന ഡാറ്റ. വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ ഫല സൂചനകൾ നമുക്കറിയാൻ കഴിയും. കേരളത്തിലെ 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഫലസൂചനകൾ വന്നു തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആദ്യ ഫല സൂചനകൾ 10 മിനിറ്റിനകം നമുക്ക് ആദ്യ ഫല സൂചനകൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ മീഡിയ വണ്ണിന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇടതുഭാഗത്ത് അതാത് ജില്ലകൾ, ആ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ ഏത് മുന്നണിക്ക് എത്ര വോട്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരം അതാത് നിമിഷങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടും. അതിന്റെ മുകളിൽ, സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ കേരളത്തിൽ ഓരോ മുന്നണിക്കും ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം, ആ ടാലി, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ അതാത് മുന്നണികൾക്ക് ലഭിക്കുന്ന നമ്പറുകൾ നിങ്ങൾക്ക് സ്ക്രീനിന്റെ മുകളിൽ കാണാം. താഴെ വലതുഭാഗത്ത് ഓരോ ജില്ലയിലെയും കണക്കുകൾ, അതിൽ മുന്നണികൾ നേടിയിട്ടുള്ള സീറ്റിന്റെ കണക്ക് നമുക്ക് കാണാം. ഓരോ ജില്ല തിരിച്ച് ഓരോ ജില്ലയിലും ഓരോ മുന്നണിയും നേടുന്ന സീറ്റുകളുടെ എണ്ണമാണ് വലതുഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഏറ്റവും താഴെ ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ വിവരങ്ങളും അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. അല്പനിമിഷത്തിനകം തന്നെ ആദ്യഫല സൂചനകൾ നമുക്ക് പ്രതീക്ഷിക്കാം. സ്ട്രോങ് റൂം തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ വരണാധികാരിയുടെ മേശപ്പുറത്തെത്തി പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ കേരളത്തിന്റെ സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും സുദീർഘമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിന് ശേഷം ഏറ്റവും ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ആണ് ഇന്ന് ഇപ്പോൾ കേരളം വിധി കാത്തിരിക്കുന്നത്. ജനവിധി എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലും ആണ് കേരളം ഉള്ളത്. ഭരണ തുടർച്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ UDFും അധികാരത്തിലേക്ക് മടങ്ങി വരാനെത്തുമെന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷവും മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ NDAയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ ഫല സൂചനകൾ പുറത്തുവരും. കേരളത്തിലെ 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വന്നു തുടങ്ങുന്നു. ആദ്യ ഫല സൂചനകൾ വരുമ്പോൾ തന്നെ ടാലിയിൽ അതിന്റെ മാറ്റങ്ങൾ കാണാം. സ്ക്രീനിൽ എല്ലാ വിവരങ്ങളും അതാത് മണ്ഡലങ്ങളിലുള്ള ലീഡ് നില, മുന്നിലും പിന്നിലും നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ
സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ, ഗ്രാഫിക്സ് കാർഡുകൾ എല്ലാം തന്നെ മീഡിയ വൺ ടെലിവിഷൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യഫല സൂചനകൾ പ്രതീക്ഷിക്കപ്പെടുന്നു. മഞ്ചേശ്വരം തൊട്ട് തിരുവനന്തപുരത്ത് മണ്ഡലങ്ങൾ വരെയുള്ളിടങ്ങളിൽ എല്ലായിടത്തും 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വിവരങ്ങളാണ് ഞങ്ങളുടെ സ്ക്രീനിൽ അല്പസമയത്തിനകം എത്തുക. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുകയാണ് ഇപ്പോൾ. എല്ലായിടത്തും 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തപ്പെട്ട പെട്ടികൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്ട്രോങ് റൂമിൽ നിന്നും ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുകയാണ്. 8 കാലോടുകൂടി തന്നെ പോസ്റ്റൽ വോട്ടിൻ്റെ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 8:05 ഇപ്പോൾ സമയം. 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും. ആദ്യ ഫലസൂചനകൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയാൽ ഉടനെ തന്നെ ഏതാണ്ട് 15 അറിയുകയും മറ്റ് വോട്ടെണ്ണലിലേക്ക് കടന്നാൽ ഉടനെ തന്നെ 8:15 വോട്ട് വിവരങ്ങൾ, ലീഡ് വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങും. ലീഡ് വിവരങ്ങൾ അറിയുന്ന ആ നിമിഷം തൊട്ട് അവർ പുറത്തുവിടുന്ന ആ നിമിഷം തൊട്ട് ഞങ്ങളുടെ സ്ക്രീനിൽ ലഭ്യമാണ്. ഓരോ ജില്ലയിലെയും നിയമസഭാ മണ്ഡലങ്ങളിൽ ആരാണ് ലീഡ് ചെയ്യുന്നത്, എത്ര വോട്ടുകൾക്കാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരമാണ് ഇടതുവശത്തുള്ള ടേബിളിൽ ലഭ്യമാവുക. മുകളിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ LDF, UDF, NDA, അതേഴ്സ് എന്നിവർ എത്രയിടങ്ങളിൽ ലീഡ് ചെയ്യുന്നു, താഴെ മറ്റ് സംസ്ഥാനങ്ങളുടെ നില എന്താണ്, ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഭാഗത്ത് എന്താണ് ഇപ്പോൾ നടക്കുന്നത്, ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് എന്നത് ടെക്സ്റ്റായി വരും. ഒപ്പം ഇപ്പോൾ നമ്മൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നു എന്ന് വായിക്കുന്നിടത്ത് ദൃശ്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളും ഗ്രാഫിക്സ് സംവിധാനങ്ങളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് സ്ക്രീൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ തുടരുക. എല്ലാ വിവരങ്ങളും സമഗ്രമായി തന്നെ നമുക്കറിയാം അങ്ങേയറ്റം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നുപോയത്. അങ്ങേയറ്റം സങ്കീർണമായ പ്രചാരണ വിഷയങ്ങളിലൂടെ കടന്നുപോയി. ഈ കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ കാലത്തൊരിക്കലുമില്ലാത്ത വിധം 3 മുന്നണികളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം വഴിമാറിയ, ഓരോ ദിവസവും മാറിമറിഞ്ഞ, 2 മാസത്തോളം പ്രചാരണ വിഷയങ്ങൾക്ക് സമയം കിട്ടിയ, അങ്ങേയറ്റം ശക്തരായ സ്ഥാനാർത്ഥികൾ എല്ലായിടങ്ങളിലും മത്സരിച്ച, അവസാനമാകുമ്പോഴേക്കും കൃത്യമായ പ്രവചനം പലയിടങ്ങളിലും സാധ്യമാകാത്ത വിധത്തിൽ മുറുകിയ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയാണ് അല്പസമയത്തിന് ശേഷം വരാൻ പോകുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും. ആകെ 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. എല്ലായിടത്തും ആ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുകയാണ് ഇപ്പോൾ. അല്പസമയത്തിനകം ഫലസൂചനകൾ അറിഞ്ഞു തുടങ്ങും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ലീഡ് എവിടെ നിന്നായിരിക്കും? അല്പസമയത്തിനകം തന്നെ ആദ്യ ലീഡ് സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ വന്നു തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ആദ്യ ലീഡ് സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ അല്പസമയത്തിനകം തന്നെ വരും. 140 മണ്ഡലങ്ങളിൽ നിന്ന് ആദ്യം വരുന്ന ലീഡ് എവിടെ നിന്നായിരിക്കും? നമുക്ക് അല്പനിമിഷങ്ങൾക്കകം തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തതയുണ്ടാകും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ആദ്യ ഫല സൂചനകൾ പുറത്തുവരും. ഏറ്റവും ശക്തമായ പ്രചാരണം നടന്ന, അതിശക്തമായ പോരാട്ടം നടന്ന പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ മുന്നിൽ. ഇതാണ് ആദ്യം ലഭിക്കുന്ന വിവരം. പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരം പത്തനാപുരത്ത് നിന്നാണ് ഇപ്പോൾ ആദ്യ വിവരം ലഭിച്ചിരിക്കുന്നത്. പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ 78 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി PV ജഗദീഷ് കുമാറിനേക്കാൾ മുന്നിലാണെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കെ ബി ഗണേഷ് കുമാർ 70 വോട്ടുകൾക്ക് പത്തനാപുരത്ത് മുന്നിലാണ്. ആദ്യ സൂചന പത്തനാപുരത്ത് നിന്നാണ്. കൊല്ലത്തെ പത്തനാപുരത്ത് നിന്നുമുള്ള ആദ്യ ഫല സൂചന, ആദ്യ ലീഡ് കൊല്ലത്തെ പത്തനാപുരത്ത് നിന്നും. താര പോരാട്ടം നടന്ന പത്തനാപുരത്ത് ആദ്യ ലീഡ് കെ ബി ഗണേഷ് കുമാറിന്. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന കെ ബി ഗണേഷ് കുമാറിന് ആദ്യ ലീഡ് വരുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ ആദ്യ ലീഡ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് താര പോരാട്ടം നടന്ന പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിന് 70 വോട്ടിന്റെ ലീഡ്. ആദ്യ ഫല സൂചന പുറത്തു വന്നിരിക്കുന്നത് കൊല്ലത്തെ പത്തനാപുരത്ത്. 40 നിമിഷങ്ങൾക്കകം തന്നെ മറ്റു 139 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ പ്രതീക്ഷിക്കുന്നു. കൊല്ലം പത്തനാപുരത്ത് നിന്നാണ് ആദ്യത്തെ ലീഡ് നില വന്നിരിക്കുന്നത്. PV ജഗദീഷ് കുമാർ UDF സ്ഥാനാർത്ഥിയേക്കാൾ 70 വോട്ടുകൾക്ക് മുന്നിലാണ്. കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ലീഡ് നില ഇപ്പോൾ 78 ഉയർന്നിട്ടുണ്ട്. 78 വോട്ടുകൾക്ക് മുന്നിലാണ് കെ ബി ഗണേഷ് കുമാർ എന്ന വിവരമാണ് ആദ്യം ലഭിക്കുന്നത്. 3 ചലച്ചിത്ര താരങ്ങൾ മത്സരിച്ച, എന്നാൽ ഒട്ടും ആവേശത്തിന് കുറവില്ലാതെ മത്സരിച്ച കെ ബി ഗണേഷ് കുമാറും PV ജഗദീഷ് കുമാറും ഭീമൻ രഘുവും തമ്മിൽ മത്സരിച്ച പത്തനാപുരത്ത് നിന്നും ആദ്യ ലീഡ് നില എത്തിയിരിക്കുന്നു. കെ ബി ഗണേഷ് കുമാർ 78 വോട്ടുകൾക്ക് മുന്നിലാണ് PV ജഗദീഷ് കുമാറിനേക്കാൾ എന്ന വിവരമാണ് ലഭിക്കുന്നത്. പത്തനാപുരത്ത് നിന്നാണ് ആദ്യ ലീഡ് നില എത്തിയിരിക്കുന്നത്. മറ്റ് 139 മണ്ഡലങ്ങളിലെയും ലീഡ് വിവരങ്ങൾ ഇപ്പോൾ തന്നെ അറിയാനാകും. വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം പാലക്കാട് ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. UDFന്റെ ഷാഫി പറമ്പിൽ പാലക്കാട്ട്. കനത്ത പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ നിന്നാണ് ആദ്യ ഫല സൂചനകൾ വരുന്നത്. പാലക്കാട്ട്
ത്രികോണ മത്സരം നടന്ന പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിലിന് ലീഡ് വന്നിരിക്കുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി NN കൃഷ്ണദാസിനേക്കാൾ ഏതാണ്ട് 80 വോട്ടുകളുടെ ലീഡാണ് എന്ന് കരുതുന്നു. ഷാഫി പറമ്പിലിന്റെ ലീഡ് നില ആദ്യം പുറത്തു വന്നിരിക്കുന്നു. LDF 3 ലീഡ് ചെയ്യുന്നുവെന്നാണ് മുകളിൽ ലഭിക്കുന്ന വിവരം. LDF 3 ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. UDF-നും NDA-ക്കും ലീഡ് നില ഇതുവരെ പറഞ്ഞിട്ടില്ല. ധർമ്മടത്ത് പിണറായി വിജയൻ 28 വോട്ടുകൾക്ക് മുന്നിൽ എന്ന വിവരമാണ് ലഭിക്കുന്നത്. പത്തനാപുരം, ധർമ്മടം, പാലക്കാട് എന്നിവിടങ്ങളിലെ ലീഡ് നിലയാണ് വന്നിരിക്കുന്നത്. 3 LDF ലീഡ് ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരിടം ധർമ്മടത്താണ്. മുമ്പ് പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ പിണറായി വിജയൻ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മമ്പറം ദിവാകരനേക്കാൾ 29 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. 28 വോട്ടുകൾക്ക് മുന്നിലാണ് LDF-ന്റെ സ്ഥാനാർത്ഥി പിണറായി വിജയൻ ധർമ്മടത്ത് പിണറായി വിജയൻ 28 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റ് 3 ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു എന്നതാണ്. ആദ്യ ലീഡ് നില ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നിരിക്കുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ നടക്കുമ്പോൾ ആദ്യം കൊല്ലം മണ്ഡലത്തിൽ മുകേഷ് 1570 വോട്ടിന് ലീഡ്. കൊല്ലം മണ്ഡലത്തിൽ മുകേഷ് 1570 വോട്ടിന് ലീഡ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷിന് 1570 വോട്ടിന് ലീഡ്. 1570 വോട്ടുകൾക്കാണ് മുകേഷ് ലീഡ് ചെയ്യുന്നത്. 1570 വോട്ടുകൾക്ക് മുകേഷ് കൊല്ലം മണ്ഡലത്തിൽ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സൂരജ് രവിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പത്തനാപുരത്ത് ഗണേഷ് ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് മുകേഷ് ലീഡ് ചെയ്യുന്നു. പിണറായി വിജയൻ ധർമ്മടത്ത് ലീഡ് ചെയ്യുന്നു. ഷാഫി പറമ്പിൽ പാലക്കാട്ട് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 140 മണ്ഡലങ്ങളിൽ 4 ഈ ആദ്യത്തെ 15 മിനിറ്റിനകത്ത് 4 LDF ലീഡ് ചെയ്യുന്ന വിവരം ലഭിക്കുന്നു. UDF 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. NDA-ക്ക് ഇതുവരെ ലീഡ് നിലയൊന്നും ഉണ്ടായിട്ടില്ല. ധർമ്മടത്ത് പിണറായി വിജയൻ, കൊല്ലത്ത് മുകേഷ്, പാലക്കാട്ട് ഷാഫി പറമ്പിൽ, മുകേഷ് കൊല്ലത്ത് എന്നിങ്ങനെയാണ്. KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് എന്നിങ്ങനെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണ്ഡലങ്ങളിലെ വിവരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളിടങ്ങളിൽ അല്പസമയത്തിനകം ഇപ്പോൾ തന്നെ വിവരങ്ങൾ ലഭ്യമാകും. സ്ക്രീനിന്റെ മുകളിൽ കാണാം. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ 4 ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു എന്നതിന്റെ സൂചന കാണാം. UDF 2 ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നത് കൊല്ലത്തും പത്തനാപുരത്തുമാണ്. കൊല്ലത്ത് മുകേഷ് 1570 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. പാലക്കാട്ട് നിന്നാണ് UDF-ന് അനുകൂലമായിട്ടുള്ള വാർത്ത വന്നിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ 4 LDF 2 UDF എന്നതാണ് ഇപ്പോഴത്തെ നിരക്ക്. 140 മണ്ഡലങ്ങളിൽ 4 LDF ലീഡ് ചെയ്യുന്നു എന്ന ഫലസൂചനകൾ വരുന്നു. UDF 2 ലീഡ് ചെയ്യുന്നു എന്ന ഫലസൂചനകൾ വരുന്നു. UDF-ന് അനുകൂലമായി നിൽക്കുന്നത് പാലക്കാട് മണ്ഡലമാണ്. പാലായിൽ KM മാണിയെ 53 വോട്ടിന് മുന്നിലാണ്. UDF-ന് അനുകൂലമായി നിൽക്കുന്ന പാലക്കാടും പാലായുമാണ്. കൊല്ലത്തെ 2 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം ഇപ്പോഴുള്ളത്. കൊല്ലം മണ്ഡലത്തിൽ മുകേഷും പത്തനാപുരത്ത് KB ഗണേഷ് കുമാറും ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. 4 ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. ആദ്യ 20 മിനിറ്റ് കഴിയുമ്പോൾ LDF-ഉം 2 UDF-ഉം ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ. പിണറായി വിജയൻ ധർമ്മടത്ത്, KM മാണി പാലായിൽ, ഷാഫി പറമ്പിൽ പാലക്കാട്, KB ഗണേഷ് കുമാർ പത്തനാപുരത്ത്, കൊല്ലത്ത് മുകേഷ് എന്നിങ്ങനെയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ആളുകളുടെ നില. KM മാണി പാലായിൽ 53 വോട്ടുകൾക്ക് മാണി സി കാപ്പനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 53 വോട്ടുകളുടെ ലീഡാണ് ഈ 20 മിനിറ്റിനകം KM മാണി വോട്ടെണ്ണി തുടങ്ങിയ സമയത്ത് നേടിയിരിക്കുന്നത്. KM മാണിക്ക് മാണി സി കാപ്പനേക്കാൾ 53 വോട്ടുകളുടെ ലീഡ് നിലയുണ്ട്. K മുരളീധരൻ വട്ടിയൂർക്കാവിൽ അതിലേക്ക് തിരിച്ചു വരാം. 140 മണ്ഡലങ്ങളിൽ 4 LDF ലീഡ് ചെയ്യുന്നു. 2 UDF ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ LDF-ന്റെ 140 മണ്ഡലങ്ങളിൽ 44 LDF ലീഡ് ചെയ്യുകയാണ്. UDF 29 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന വിവരം മുകളിലെത്തിയിട്ടുണ്ട്. 140 മണ്ഡലങ്ങളിൽ 44 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. UDF 29 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിവിധ ഇടതുപക്ഷത്തെ ടേബിൾ കൂടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. KM മാണി, പിണറായി വിജയൻ, ഷാഫി പറമ്പിൽ, KB ഗണേഷ് കുമാർ എന്നിവർ ലീഡ് ചെയ്യുന്നു. 44 LDF-ഉം UDF 29 ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ 44 ഇടതുപക്ഷത്തിന് ലീഡ്, 29 UDF-ന്. 140 മണ്ഡലങ്ങളിലെ ടാലി മാറിക്കൊണ്ടിരിക്കുന്നു. 44 LDF, 29. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ സ്ക്രീൻ കാണുക. ഏറ്റവും മുകളിൽ 140 മണ്ഡലങ്ങളിൽ ആരൊക്കെ ലീഡ് ചെയ്യുന്നു എന്ന വിവരങ്ങൾ കാണാം. ഇടതുഭാഗത്ത് അതാത് ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ആരൊക്കെ ലീഡ് ചെയ്യുന്നു എന്നതിന്റെ വിവരങ്ങൾ കാണാം. ധർമ്മടത്ത് പിണറായി വിജയൻ, കൊല്ലത്ത് മുകേഷ്, പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, പാലക്കാട് ഷാഫി പറമ്പിൽ, പാലായിൽ KM മാണി തുടങ്ങിയവർ ലീഡ് ചെയ്യുന്നതിന്റെ വിവരങ്ങൾ കാണാം. 29 ഇപ്പോൾ നിലവിൽ UDF ലീഡ് ചെയ്യുന്നത്. 44 LDF ലീഡ് ചെയ്യുന്നു. UDF-ന്റെ ലീഡ് നില ഉയർന്നിട്ടുണ്ട് എന്ന സൂചനകളും ഇപ്പോൾ സ്ക്രീനിൽ നിന്ന് കാണുന്നുണ്ട്. UDF 55,
അതിൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. 44 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു, 29 ഇടത്ത് UDF എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഫലസൂചനകൾ നിമിഷങ്ങൾക്കകം തന്നെ മാറി മറിയുകയാണ്. പാലക്കാട് ഷാഫി പറമ്പിൽ മുന്നിലാണ്. പാലക്കാട് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി NN കൃഷ്ണദാസിനേക്കാൾ 140 വോട്ടിന്റെ ലീഡിൽ നിൽക്കുന്നു. പാലക്കാട് ഷാഫി പറമ്പിൽ 140 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ. കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ 44 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. UDF 29 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നതെന്ന് വിവരമാണ് ലഭിക്കുന്നത്. 44-29 എന്താണ് LDF-ഉം UDF-ഉം ലീഡ് ചെയ്യുന്ന സീറ്റുകളുടേത്. ചവറയിൽ ഷിബു ബേബി ജോൺ ഈ ഘട്ടത്തിൽ 3-ാം സ്ഥാനത്താണെന്ന പ്രധാനപ്പെട്ട വിവരമുണ്ട്. ചവറയിൽ ഷിബു ബേബി ജോൺ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന വിവരം ലഭിക്കുന്നു. ചവറയിൽ ലീഡ് ചെയ്യുന്നത് LDF സ്ഥാനാർത്ഥിയാണ്. ചവറയിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ഷിബു ബേബി ജോൺ BJP സ്ഥാനാർത്ഥിക്കും പിന്നിലാണ് ഷിബു ബേബി ജോൺ എന്ന വിവരമാണ് ലഭിക്കുന്നത്. വിജയൻ പിള്ളയാണ് LDF സ്ഥാനാർത്ഥി. 45 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് ചവറയിൽ എന്നതാണ് ലഭിക്കുന്ന വിവരം. ചവറയിൽ UDF സ്ഥാനാർത്ഥി മന്ത്രി ഷിബു ബേബി ജോൺ പിന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത്. 44 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുകയാണ്. UDF ലീഡ് ചെയ്യുന്നത് 29 സീറ്റുകളിൽ മാത്രമാണ്. നമുക്ക് സ്ക്രീൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും വടകരയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. 44 ഇടത്ത് പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂറിലും LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. തൃപ്പൂണിത്തുറയിൽ K ബാബു ലീഡ് ചെയ്യുകയാണ്. ഇരിക്കൂറിൽ KC ജോസഫ് പിന്നിലാണ്. തൃപ്പൂണിത്തുറയിൽ K ബാബു ലീഡ് ചെയ്യുകയാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ K ബാബു ലീഡ് ചെയ്യുന്നു. അതേസമയം തന്നെ ചവറയിൽ മന്ത്രി ഷിബു ബേബി ജോൺ 3-ാം സ്ഥാനത്താണ്. അപ്രവചനീയമായ ഫലങ്ങൾ ആണ് പല മണ്ഡലങ്ങളിലും കാത്തുവച്ചിരിക്കുന്നത്. ചവറയിൽ ഷിബു ബേബി ജോൺ 3-ാം സ്ഥാനത്ത്, തൃപ്പൂണിത്തുറയിൽ K ബാബു ഇപ്പോൾ 25 വോട്ടിന് ലീഡ് ചെയ്യുന്നു. അതാത് ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ഏത് മുന്നണി ലീഡ് ചെയ്യുന്നു എന്നത് സ്ക്രീനിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ 44 ഇടത്ത് ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു, 29 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു, NDA ഒരിടത്ത് ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് ഏത് മണ്ഡലത്തിലാണ് എന്നതാണ് ഇനി അറിയാനുള്ളത്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ വിവരങ്ങൾ അവിടെ നിന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. 140 സീറ്റുകളിൽ 44 ഇടത്ത് LDF ലീഡ് ചെയ്യുന്ന വിവരമാണ് ഇപ്പോൾ നമുക്കൊപ്പം സ്ക്രീനിലുള്ളത്. 29 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. പിണറായി വിജയൻ, KM മാണി എന്നിവർ ലീഡ് ചെയ്യുകയാണ്. K ബാബുവും തൃപ്പൂണിത്തുറയിൽ ലീഡ് ചെയ്യുകയാണ്. പക്ഷേ ഷിബു ബേബി ജോൺ ചവറയിൽ 3-ാം സ്ഥാനത്താണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആദ്യ ഫല സൂചനകൾ വന്നത് കൊല്ലത്തു നിന്നായിരുന്നു. കൊല്ലത്ത് പത്തനാപുരത്തും കൊല്ലം മണ്ഡലത്തിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. പാലായിൽ KM മാണി ലീഡ് ചെയ്യുന്നു. പാലക്കാട് ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. ജില്ല തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് കാണാം. സ്ക്രീനിന്റെ വലതുഭാഗത്ത് അതാത് ജില്ല തിരിച്ചുള്ള കണക്ക് കാണാം. വടകരയിൽ LDF, ബാലുശ്ശേരിയിൽ LDF, കോഴിക്കോട് നോർത്തിൽ LDF എന്നിങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പത്തനംതിട്ടയിൽ 5-ൽ 3 LDF ലീഡ് ചെയ്യുന്നു. UDF ഒരു സ്ഥലത്താണ് ലീഡ് ചെയ്യുന്നതെന്ന് വിവരം ലഭിക്കുന്നു. ആലപ്പുഴയിൽ LDF ഒരു സീറ്റിലും UDF ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ തുടങ്ങിയ കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് 9 സീറ്റുകളിൽ LDF ഒരിടത്തുമില്ല, ലീഡ് ചെയ്യുന്നില്ല. ഇടുക്കിയിൽ 5-ൽ 1-ഉം LDF-ഉം UDF-ഉം ലീഡ് ചെയ്യുന്നു എന്ന വിവരം ലഭിക്കുന്നു. നേമത്ത് NDA ലീഡ് ചെയ്യുന്നു എന്ന വിവരം ആ സ്ക്രീനിൽ ലഭ്യമായിട്ടുണ്ട്. ഇടതുവശത്തുള്ളതിൽ നേമത്ത് NDA ആണ് ലീഡ് ചെയ്യുന്നതെന്ന് കാണാം. എറണാകുളത്ത് 14-ൽ, തൃശ്ശൂരിൽ 13 ഇടത്ത് 13-ൽ അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. LDF 44 ഇടത്തും UDF 31 ഇടത്തും NDA ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. NDA ഒരു സ്ഥലത്ത് ഒരു മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് പ്രധാനപ്പെട്ടത്. അതിൽ പാലക്കാട് LDF 3 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് പാലക്കാട് വരുന്നത്. നേമത്താണ് NDA ഒരു ഇടത്ത് ലീഡ് ചെയ്യുന്നത്. നേമത്ത് O രാജഗോപാൽ NDA സ്ഥാനാർത്ഥി 30 വോട്ടിന്റെ ലീഡാണ് നേമത്തുള്ളത്. മറ്റു ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാത് ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ലീഡ് നില മാറി വരുന്നത് സ്ക്രീനിൽ കാണാം. പാലക്കാട് ഇപ്പോൾ പാലക്കാട്ടെ ലീഡ് നില പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പാലക്കാട് ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് 4 LDF 2 UDF എന്നതാണ് പാലക്കാട്ട് ഉള്ള വിവരം. 4 LDF 2 UDF. പാലക്കാട് 4 LDF 2 UDF. LDF ഇപ്പോൾ 44 UDF 31 NDA ഒരിടത്തും ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് വടകര, ബാലുശ്ശേരി, കോഴിക്കോട്, ബേപ്പൂർ എന്നീ മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. 4 മണ്ഡലങ്ങളിലാണ് LDF ലീഡ് ചെയ്യുന്നത്. UDF ഒരിടത്തും ലീഡ് ചെയ്യുന്നതായി ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ കണ്ണൂരിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം
LDFിൻ്റെ ലീഡ് നിലയാണ് കാണുന്നത്. അതിൽ ഇരിക്കൂർ കൂടെ ഉണ്ട് എന്നതാണ്, KC ജോസഫിൻ്റെ ഇരിക്കൂർ കൂടെ ഉണ്ടെന്നതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിശേഷത. LDFിൽ 9 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. 11 സീറ്റുകളിൽ LDF 9 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്ന നിലയാണ് കണ്ണൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 44 ഇടത്ത് LDFും UDF 31 എന്ന നിലയാണുള്ളത്. കണ്ണൂരിൽ LDFിൻ്റെ മുന്നേറ്റം എന്ന നിലക്കാണ് ഈ സമയത്ത് കാര്യങ്ങൾ പോകുന്നത്. 11 സീറ്റുകളിൽ 10 LDF ലീഡ് ചെയ്യുന്നു. അതിൽ KC ജോസഫിൻ്റെ ഇരിക്കൂർ കൂടെയുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാസർഗോഡ് 5 LDF 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്ന വിവരം സ്ക്രീനിലെത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ 1, 2, 3, 4, 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് LDF എന്ന വിവരം ഇടതുവശത്ത് ലഭ്യമാണ്. കോട്ടയത്ത് പക്ഷേ നല്ല നിലക്ക് UDFിൻ്റെ മുന്നേറ്റമാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. പാലായിൽ 53 വോട്ടുകൾക്ക് KM മാണി ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടെ അതിനകത്തുണ്ട്. ഇടുക്കിയിൽ 2 LDF ലീഡ് ചെയ്യുന്നു, മറ്റുള്ളിടങ്ങളിൽ UDF ആണ്. പാലായിൽ 53 വോട്ടുകൾക്ക് KM മാണി ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. LDF 140 സീറ്റുകളിൽ 44 ഇടത്ത് LDFും 31 ഇടത്ത് UDFും ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവരങ്ങൾ. ഷിബു ബേബി ജോൺ പിന്നിലാണ്, ഒപ്പം ഇരിക്കൂറിൽ KC ജോസഫ് പിന്നിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ പ്രധാനപ്പെട്ട 2 വിവരങ്ങൾ അതാണ്. KM മാണി മുന്നിട്ട് നിൽക്കുന്നു, പിണറായി വിജയൻ മുന്നിട്ട് നിൽക്കുന്നു, ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുന്നു, മുകേഷ് മുന്നിട്ട് നിൽക്കുന്നു. PC ജോർജ് മുന്നിലാണ് പൂഞ്ഞാറിൽ 15 വോട്ടുകൾക്ക് എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടെ ഈ നിമിഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. പൂഞ്ഞാറിൽ PC ജോർജ് 15 വോട്ടുകൾക്ക് മുന്നിലാണ്. പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജ് 15 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇടതുപക്ഷം 44 ഇടത്ത്, വലതുപക്ഷം 31 ഇടത്ത്, NDA 1 ഇടത്ത് എന്നതാണ് ഇപ്പോഴത്തെ ലീഡ് നില. നിലമ്പൂരിൽ ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി 35 വോട്ടിന് അൻവർ, നിലമ്പൂരിൽ PV അൻവർ ആണ് മുന്നിൽ. ആര്യാടൻ ഷൗക്കത്ത് പിന്നിലായിരിക്കുന്നു. നിലമ്പൂരിൽ ആദ്യ പല സൂചനകൾ വരുമ്പോൾ 35 വോട്ടിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് പിന്നിലാണ്, 15 വോട്ടുകൾക്ക് പിന്നിലാണ് നിലമ്പൂരിൽ ആദ്യ പല സൂചനകൾ വരുമ്പോൾ. ഇടതുപക്ഷം 44 ഇടത്ത്, UDF 31 ഇടത്ത് എന്നതാണ്, NDA 1 ഇടത്ത് എന്നതാണ് ഇപ്പോഴത്തെ സൂചന. അഴീക്കോട് LDF സ്ഥാനാർത്ഥി നികേഷ് 30 വോട്ടുകൾക്ക് മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി അഴീക്കോട്, ശക്തമായ മത്സരം നടന്ന അഴീക്കോട് ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി MP നികേഷ് കുമാർ 30 വോട്ടുകൾക്ക് മുന്നിലാണ്. ടെലിവിഷൻ സ്ക്രീനിൽ കാണാം ശക്തമായ പോരാട്ടം നടക്കുന്ന കണ്ണൂരിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഫലസൂചനകൾ വ്യത്യസ്തമായ തരത്തിലാണ്. ഇരിക്കൂരിൽ KC ജോസഫ് പിന്നിലാണ്. അഴീക്കോട്ട് MP നികേഷ് കുമാർ മുന്നിലാണ്. 44 ഇടത്ത് ഇടതുപക്ഷം, 31 ഇടത്ത് UDF, 1 ഇടത്ത് NDA 1 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന്. നേമത്ത് O രാജഗോപാൽ ലീഡ് ചെയ്യുകയാണെന്ന വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അഴീക്കോട്ട് 180 വോട്ടുകൾക്കാണ് MP നികേഷ് കുമാർ മുന്നിട്ട് നിൽക്കുന്നത്. KM ഷാജി പിന്നിലാണ്. 180 വോട്ടുകൾക്ക് ഉടൻ ലീഡ് ഈ സമയത്ത് നികേഷ് കുമാറിനുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. KM ഷാജി പിന്നിലാണ്. പിന്നിലായിരിക്കുന്ന മറ്റൊരു പ്രമുഖൻ നിലവിലെ സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ ആണ്. ചവറയിൽ ഷിബു ബേബി ജോൺ പിന്നിലാണെന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് UDFിൻ്റെ നിരത്തിനാണ് പ്രാമുഖ്യം കൂടുതലുള്ളത്. സ്വാഭാവികമാണത്, പ്രതീക്ഷിച്ചിരുന്നതുമാണ്. പക്ഷേ നിലമ്പൂരിൽ ലീഡ് ചെയ്യുന്നു മലപ്പൂരിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്ത് 7 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടെ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മലപ്പുറത്ത് 7 ഇടത്താണ് LDF ലീഡ് ചെയ്യുന്നത്. മലപ്പുറത്ത് 7 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് വരുന്നതേയുള്ളൂ നടുവിലെ ടാലി. 44 ഇടത്ത് LDFും 31 ഇടത്ത് UDFും ലീഡ് ചെയ്യുന്നു. NDA നേമത്ത് ലീഡ് ചെയ്യുന്നു. O രാജഗോപാൽ എന്ന വിവരമാണ് ലഭിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി 150 വോട്ടുകൾക്ക് മുന്നിലാണ്. വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടി 150 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇപ്പോൾ നേമത്ത് നിന്നും NDAയുടെ മുന്നേറ്റ വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. O രാജഗോപാലിന് ഏതാണ്ട് 100-നടുത്ത് വോട്ടുകളുടെ ലീഡ് അവിടെ ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. 44 ഇടത്ത് LDF, UDF 31 ഇടത്ത് എന്നതാണ് നില. പത്തനംതിട്ടയിൽ 3 ഇടത്ത് LDFും 2 ഇടത്ത് ആറന്മുളയിലും കോന്നിയിലും UDFും ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആലപ്പുഴയിൽ LDFിൻ്റെ നിരത്തിനാണ് പ്രാമുഖ്യം കൂടുതലുള്ളത്. ആലപ്പുഴയിൽ കോട്ടയത്ത് അതുപോലെ UDF KM മാണിയുടെ പാലായിലടക്കം ലീഡ് ചെയ്യുന്നു. വൈക്കത്ത് LDF ലീഡ് ചെയ്യുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഇടുക്കിയിൽ 3ഉം 2ഉമാണ് UDFും LDFും നിൽക്കുന്നത്. എറണാകുളത്ത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചുവപ്പ് കളറിന് കൂടുതൽ പ്രാമുഖ്യം കാണുന്നുണ്ട്. ഏതായാലും ഇത് ആദ്യ അരമണിക്കൂറിലെ സൂചനകൾ മാത്രമാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥി KM മാണി പാലായിൽ 53 വോട്ടുകൾക്ക് മുന്നിലാണ്. 47 ഇടത്ത് LDF, 33 ഇടത്ത് UDF എന്നതാണ് നില. NDA നേമത്ത് ലീഡ് ചെയ്യുന്നു. അതേഴ്സ് ഒരിടത്ത് ലീഡ് ചെയ്യുന്നതായി കാണുന്നത് PC ജോർജാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജ് പൂഞ്ഞാറിൽ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ആദ്യ ഘട്ടത്തിൽ ലഭിക്കുന്നത്. തലശ്ശേരിയിൽ 1827 വോട്ടുകൾക്കാണ് AN ഷംസീർ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി AP അബ്ദുള്ളക്കുട്ടിയേക്കാൾ 1827 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. കോഴിക്കോട് നോർത്തിൽ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ 150 സീറ്റുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ചുവപ്പ് നിറത്തിനാണ് പ്രാമുഖ്യം കാണുന്നത് ടേബിളിൽ. അതുകൊണ്ട് തന്നെ ഇതാദ്യ അരമണിക്കൂറിലെ
വിവരങ്ങൾ മാത്രമാണ്. തൃശ്ശൂരിൽ VS സുനിൽകുമാർ പത്മജ വേണുഗോപാലിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. തൃശ്ശൂരിലും വ്യത്യസ്തതയാർന്ന വിവരമാണ് പുറത്തുവരുന്നത്. VS സുനിൽകുമാർ മുന്നിട്ട് നിൽക്കുന്നു, 50 വോട്ടുകൾക്ക് പത്മജ വേണുഗോപാലിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കോന്നിയിൽ അടൂർ പ്രകാശ് 100 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. 47 ഇടത്ത് സംസ്ഥാനത്ത് LDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു, 33 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു, NDA ഒരു സ്ഥലത്ത് നേമത്ത് ലീഡ് ചെയ്യുന്നു. PC ജോർജ് അതിന്റെ കള്ളിയിൽ അദ്ദേഹമാണുള്ളത്. PC ജോർജ് പൂഞ്ഞാറിൽ ലീഡ് ചെയ്യുന്നു. ആദ്യഫല സൂചനകളിൽ ടാലി മാറി മറിയുന്നു. ഇടതുപക്ഷം സംസ്ഥാനത്ത് 47 ഇടത്ത് ലീഡ് ചെയ്യുന്നു, UDF 33 ഇടത്ത്, NDA ഒരിടത്ത്, അത് തിരുവനന്തപുരത്തെ നേമമണ്ഡലത്തിലാണ്. അതേഴ്സിൽ കാണുന്നത് പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജിന്റെ ലീഡാണ്. പിറവത്ത് മന്ത്രി അനൂപ് ജേക്കബ് പിന്നിലാണ്. ഇടുക്കിയിൽ 5 മണ്ഡലങ്ങളിൽ 3 UDF 2 LDF എന്ന നിലയിലാണ് ഇടുക്കിയിൽ. എറണാകുളത്ത് 14 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് 7-8 ഇടങ്ങളിൽ ഇടതുപക്ഷം ഇപ്പോൾ എറണാകുളത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. 47 ഇടത്താണ് ഇടതുപക്ഷം സംസ്ഥാനത്ത് ലീഡ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ ആദ്യഫല സൂചനകൾ വരുമ്പോൾ 3 LDF 1 UDF എന്നതാണ്. മറ്റ് മണ്ഡലങ്ങളുടെ വിവരങ്ങൾ വരാനിരിക്കുന്നത്. 386 വോട്ടുകളുടെ ലീഡ് കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന് UDF സ്ഥാനാർത്ഥി കൊണ്ടുവന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. 356 വോട്ടുകളുടെ ലീഡ് എന്നെ നെല്ലിക്കുന്ന് കാസർഗോഡ് നേടിയിരിക്കുന്നു. 2ാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥിയാണ് രവിഷ തന്ത്രി കുന്ദർ. അദ്ദേഹത്തെക്കാൾ 386 വോട്ടുകളുടെ ലീഡ് എന്നെ നെല്ലിക്കുന്നിനുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ എന്ന വിവരം ലഭിച്ചിരിക്കുന്നു. കാസർഗോഡ് മണ്ഡലത്തിലെ വിവരമാണത്. എന്നെ നെല്ലിക്കുന്ന് ലീഡ് ചെയ്യുകയാണ് കാസർഗോഡ് മണ്ഡലത്തിൽ. മഞ്ചേശ്വരം കൂടെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി മഞ്ചേശ്വരത്ത് LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു ലീഡ് ചെയ്യുന്നു 5 വോട്ടുകൾക്ക് എന്നാണ് വിവരം ലഭിക്കുന്നത്. VS അച്യുതാനന്ദൻ 210 വോട്ടുകൾക്ക് മലമ്പുഴയിൽ ലീഡ് ചെയ്യുകയാണ്. VS അച്യുതാനന്ദൻ 210 വോട്ടുകൾക്ക് മലമ്പുഴയിൽ ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂരിലും മഞ്ചേശ്വരത്തും LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. VS സുനിൽകുമാർ തൃശ്ശൂരിൽ LDFന്റെ സ്ഥാനാർത്ഥി 50 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പ്രധാനപ്പെട്ട വിവരം നേമവുമായി ബന്ധപ്പെട്ടതാണ്. നേമത്ത് O രാജഗോപാൽ ലീഡ് നിലനിർത്തുകയാണ് ഈ നിമിഷങ്ങളിലും. കൊല്ലത്ത് നിന്നൊക്കെ LDFന്റെ ലീഡ് നിലയാണ് ഏതാണ്ട് എല്ലായിടത്തു നിന്നും ലഭ്യമാവുന്നത്. ചവറയിൽ ഷിബു ബേബി ജോൺ 3ാം സ്ഥാനത്താണ് ആദ്യ സമയത്ത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. 50 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു, 34 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു, NDA ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വർക്കലയിൽ UDF 418 വോട്ടുകൾക്ക് പിന്നിലാണ്. വർക്കലയിലെ UDF സ്ഥാനാർത്ഥി വർക്കല കഹാർ 418 വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നു. NDA സ്ഥാനാർത്ഥി O രാജഗോപാൽ ലീഡ് നിലനിർത്തുകയാണ്. NDA സ്ഥാനാർത്ഥി O രാജഗോപാലിനാണ് നേമത്ത് മുന്നിട്ട് നിൽക്കുന്നത്. LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി 27 വോട്ടുകളുമായി പിന്നിൽ നിൽക്കുകയാണ് എന്ന വിവരം ലഭിക്കുന്നു. LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി പിന്നിലാണ്. O രാജഗോപാലാണ് മുന്നിട്ട് നിൽക്കുന്നത്. നേമത്ത് 50 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. UDF സ്ഥാനാർത്ഥികൾ 34 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുകയാണ്. NDA നേമത്തും PC ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പൂഞ്ഞാറിലും ലീഡ് ചെയ്യുന്നു എന്ന വിവരം ലഭിക്കുന്നു. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിനെതിരെ VS സുനിൽകുമാർ 50 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരം ലഭിക്കുന്നു. മലപ്പുറത്ത് ഏതാണ്ട് എല്ലായിടത്തും UDFന്റെ ലീഡ് നിലയാണ് കാണുന്നത്. കോഴിക്കോട് പക്ഷേ അതല്ല സ്ഥിതി. LDF പലയിടങ്ങളിലും ലീഡ് ചെയ്യുന്ന വിവരമുണ്ട്. ബാലുശ്ശേരിയിൽ UDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. കൽപ്പറ്റയിൽ ആ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ. കൽപ്പറ്റയിൽ CK ശശീന്ദ്രൻ ലീഡ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എത്ര വോട്ടുകൾക്കാണെന്ന് സംബന്ധിച്ച് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും. കണ്ണൂരിൽ ഇരിക്കൂറിലും പേരാവൂരിലും ഒഴികെ പതിവ് പോലെ എല്ലായിടത്തും LDF ലീഡ് ചെയ്യുന്ന നിലയാണുള്ളത്. കാസർഗോഡ് മഞ്ചേശ്വരത്തും തൃക്കരിപ്പൂരിലും LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. കാസർഗോഡ്, തിരുവനന്തപുരത്ത്